വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ജമ്മു കാശ്മീരിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സുരക്ഷാ സേന. ഷോപ്പിയാനിലെ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സേന വധിച്ചു. ഭീകരരിൽ ഒരാൾ ജമ്മു കാശ്മീർ സ്വദേശിയാണെന്ന് സൂചനയുണ്ട്. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ദിലീപ്, ഇതിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. അനന്തനാഗ് വനമേഖലയിലും കുൽഗാം മുതൽ ഇവരെ ഇങ്ങനെ സേന പിന്തുടരുന്നുണ്ട് എന്നതായിരുന്നുവല്ലോ വന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ ഷോപ്പിയാനിൽ അവരെത്തിയിട്ടുണ്ടോ എന്നതൊക്കെ സ്ഥിരീകരിക്കാൻ സമയമെടുക്കുമെങ്കിലും തള്ളിക്കളയാൻ കഴിയില്ല ആ സാധ്യതയും, അല്ലേ? വിജയകുമാർ, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. 3 ഭീകരരെ വധിച്ചെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംഘത്തിൽ 4 പേരുണ്ടായിരുന്നതായി സൂചനയുണ്ട്. 3 പേരെ സൈന്യം വധിച്ചതായി വിവരങ്ങളുണ്ട്. ഏതായാലും ഇതിൽ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരാണോ, അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണോ, ഇവരാരൊക്കെയാണ് എന്നത് സംബന്ധിച്ച വ്യക്തത ഉടൻ തന്നെ വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുൽഗാം മുതൽ തന്നെ ഈ ഭീകരരെ സൈന്യം അവരുടെ നിരീക്ഷണത്തിലായിരുന്നു, അവരെ പിന്തുടർന്നിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ ഷോപ്പിയാനിലെ വനമേഖലയിൽ വെച്ചുള്ള ഏറ്റുമുട്ടലിലാണ് ഇവരെ കൊലപ്പെടുത്തിയത്. ഇത് പീർ പഞ്ചാൽ വനമേഖലയാണ്. നേരത്തെ തന്നെ ഈ പഹൽഗാമിലേക്ക് ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയെത്തിയത് പീർ പഞ്ചാൽ വനമേഖലയിലൂടെയായിരുന്നു. ആ വനമേഖലയിലാണ് ഈ ഷോപ്പിയാനിൽ ഈ ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ളത്. 3 ഭീകരരെ വധിച്ചതായി സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അപ്പോൾ അതാണ് 3 ഭീകരരെ വധിച്ചിട്ടുണ്ട്. 4 പേരാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ പഹൽഗാമിൽ 4 അംഗ സംഘമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത്. ആ 4 പേരുമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 3 പേരെ വധിച്ചു എന്ന് സേന ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. അതാരൊക്കെ എന്നതിലൊക്കെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷെ വന്നേക്കും. ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട്. ബൽറാം, ഇത് ഷോപ്പിയാനിൽ സ്ഥിരമായി ഭീകരരുടെ ഒക്കെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. അവിടെ ഇപ്പോഴൊരു നിർണായക സൈനിക നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരാൾ കൂടി ആ സംഘത്തിലുണ്ട്. വനമേഖലയിൽ ഇപ്പോഴും വെടിയൊച്ചകൾ കേൾക്കുന്നു എന്ന് നേരത്തെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ കൊല്ലപ്പെട്ടവരെ സുരക്ഷാ സേന വധിച്ച ഭീകരരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും ബൽറാമിന്? വിജയകുമാർ, 3 ഭീകരരെ വധിച്ചതായി സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷോപ്പിയാനിലെ കെല്ലറിലെ വനമേഖലയിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നും ഈ ഏറ്റുമുട്ടലിൽ 3 ഭീകരവാദികളെ വധിച്ചു എന്നുമാണ് സൈന്യത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഈ ജമ്മുകശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു ഭീകരൻ കൂടി ഈ പ്രദേശത്തുണ്ട്. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഈ പ്രദേശം മുഴുവനായി തന്നെ സുരക്ഷാ സേന വളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകരനെ പിടികൂടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് സുരക്ഷാ സേന പങ്കുവയ്ക്കുന്നത്. പരമാവധി ജീവനോടെ തന്നെ ഇയാളെ പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഭീകരവാദ സാന്നിധ്യം ഈ പ്രദേശത്തായുള്ള രഹസ്യ വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ കെല്ലർ ആരംഭിച്ചത്. അതിനിടെയാണ് 3 ഭീകരരെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വിജയകുമാർ, ഇതിൽ നിർണായകമായ കാര്യം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളാണോ ഇത് എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം, ഈ കൊല്ലപ്പെട്ടവർ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഈ ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് ജമ്മുകശ്മീർ പോലീസ് നൽകുന്ന വിവരം. ഇത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ തന്നെയാണ് എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യ തെളിവുകൾ നിലവിലുണ്ട്. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഈ പ്രാദേശിക ഭീകരരുടെ സാന്നിധ്യം ഏറെ കൂടുതലുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പോസ്റ്ററുകൾ പതിച്ചിരുന്നത്. അത് ഷോപ്പിയാൻ, കൂടാതെ പുൽവാമ, അനന്ത്നാഗ് അടക്കമുള്ള മേഖലകളിൽ ഈ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഷോപ്പിയാനിൽ ഇത്തരത്തിൽ ഭീകരരുടെ സാന്നിധ്യം, 4 ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് രഹസ്യ വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. കൂടാതെ ഇപ്പോൾ കൊല്ലപ്പെട്ട 3 ഭീകരവാദികളുടെ കാര്യത്തിൽ കൊല്ലപ്പെട്ടവരിൽ 2 പേർ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയെത്തിയ ഭീകരരാണ് എന്ന തരത്തിലുള്ള വിവരമാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും ലഭിക്കുന്നത്. മറ്റൊരാൾ പ്രാദേശിക ഭീകരനാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 4 പേരിൽ 2 പേർ പാകിസ്ഥാൻ ഭീകരവാദികളായിരുന്നു.
അവരുടെ പേരുകൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഹാഷിം മുസ, ഒപ്പം തന്നെ അലിബായ് എന്നീ 2 പാകിസ്ഥാൻ ഭീകരവാദിയും കൂടാതെ ഈ മേഖലയിൽ നിന്ന് തന്നെയുള്ള ജമ്മു കശ്മീരിൽ നിന്നുള്ള ആദിൽ തോക്കർ എന്ന പ്രാദേശിക ഭീകരവാദിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഘം തന്നെയാണോ നിലവിലിപ്പോൾ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുണ്ടായത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഔദ്യോഗികമായി വരേണ്ടതുണ്ട്. എന്നാൽ അവരുടെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നു. ഇവരുടെ എണ്ണം സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവർ 2 പേർ പാകിസ്ഥാൻ ഭീകരവാദികളാണ് എന്നുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവർ തന്നെയാണോ എന്ന സംശയം. ശരി ബൽറാം, എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പഹൽഗാമിൽ ഏറ്റുമുട്ടൽ അതിൽ പങ്കെടുത്ത ഭീകരർ 4 പേരാണ്. അതിൽ 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. ഇപ്പോൾ ഷോപ്പിയാനിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ വനത്തിൽ ഒളിച്ചിരിക്കുന്നു. അയാളെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. കൊല്ലപ്പെട്ട 2 പേർ പാക് നുഴഞ്ഞുകയറ്റക്കാരാണ്. അപ്പോൾ ചില അടയാളങ്ങൾ, ചില സൂചനകളൊക്കെ ഉണ്ട്. ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ ഈ നടപടി അത് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിന് ലഭിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കങ്ങളെന്ന് സേന തന്നെ അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷേ കുറെ കൂടി സ്ഥിരീകരിച്ച വിവരം അല്പസമയത്തിനകം വരും എന്ന് കരുതാം. ഒരു ഭീകരൻ കൂടി അവിടെ ഉണ്ട്. അയാളെ കണ്ടെത്താൻ, അയാളെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വെടിയൊച്ചകൾ കേൾക്കുന്നു എന്ന് പ്രദേശവാസികൾ പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന വിവരം കൂടി. പാക് സേന ലക്ഷ്യമിട്ട പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യോമസേന അംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. भारत माता की, भारत माता की, भारत माता की, भारत माता की। സേനാംഗങ്ങളുടെ ധൈര്യത്തെയും നിശ്ചയദാർഢ്യത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൈന്യത്തിന്റെ പ്രവർത്തനത്തിൽ രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, 2 തരത്തിലാണ്. ഒന്ന്, പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു, അവർ എന്തൊക്കെയോ ചെയ്തു എന്ന് വലിയ വീരവാദം മുഴക്കുന്ന ഒരു വ്യോമതാവളമാണ് ആദംപൂർ. അവിടെയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി അവിടുത്തെ സൈനികരെ അല്ലെങ്കിൽ വ്യോമസേനാംഗങ്ങളെ കണ്ട് അവരുമായി സംസാരിച്ചത്. അപ്പോൾ പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. ഒപ്പം സേനാംഗങ്ങൾക്ക് മുഴുവൻ പ്രധാനമന്ത്രി നേരിട്ട് എത്തി അവർക്ക് ആത്മവിശ്വാസം പകരുന്നു എന്നൊരു സന്ദേശവും ഉണ്ടല്ലേ? തീർച്ചയായും വിജയകുമാർ, നമ്മുടെ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് പാകിസ്ഥാനുമായി കടുത്ത ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് അവർ നൽകിയ സ്നേഹത്തിന്, അവർ നൽകിയ കരുതലിന് രാജ്യം നൽകുന്ന സ്നേഹമാണ്, ആദരവാണ്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അത്തരമൊരു എയർബേസിലേക്ക് എത്തുമ്പോൾ വ്യോമസേന പ്രത്യേകിച്ച് ഈ ഏറ്റുമുട്ടലിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളും മറ്റും തകർക്കുന്നതിൽ, അവരുടെ റഡാർ സംവിധാനങ്ങളും മറ്റും വെട്ടിച്ച് ആ സംവിധാനങ്ങളെ പോലും തകർക്കുന്ന തരത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വ്യോമസേനയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആകാശത്ത് നിന്ന് തൊടുക്കാവുന്ന എയർ ടു സർഫേസ് മിസൈലുകളാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ പല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് വലിയ നാശം അവർക്ക് ഉണ്ടാക്കിയത്. അങ്ങനെ പ്രവർത്തിച്ച വ്യോമസേനാ താവളങ്ങളിൽ ഒന്നിലേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിതമായ എങ്കിൽ പോലും അദ്ദേഹം എത്തുന്നത്. ഇങ്ങനെയൊരു സന്ദർശനത്തെക്കുറിച്ച് നേരത്തെ വിവരമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ അദ്ദേഹം അവിടേക്ക് എത്തുകയും ചെയ്തു. സേനാംഗങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നതും ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. സേനയിലെ ഈ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒരുമിച്ച് തന്നെ, അതിൽ റാങ്ക് വ്യത്യാസമില്ലാതെ സൈനികർ അദ്ദേഹത്തിന് ചുറ്റും ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ അത് ഒരു സന്ദേശം പാകിസ്ഥാന് നൽകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിച്ച, സംരക്ഷിച്ച് നിർത്തുന്ന സേനയ്ക്കൊപ്പം നമ്മുടെ രാജ്യം ഉറച്ചു നിൽക്കുന്നു, ഞങ്ങളുടെ ജനങ്ങൾ എല്ലാവരും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ജനങ്ങളുടെ പ്രതിനിധി കൂടിയായ പ്രധാനമന്ത്രി എത്തുമ്പോൾ വായിക്കേണ്ടത്. രണ്ടാമത്തേത്, നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമിക്കാൻ പദ്ധതിയിട്ട വ്യോമത്താവളങ്ങളിൽ 4 പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ആദംപൂരിലെ വ്യോമത്താവളം. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളൊരു അവകാശവാദം പാകിസ്ഥാൻ നടത്തിയതുമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു തെളിവ് പാകിസ്ഥാന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. മറുവശത്താവട്ടെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ഓരോ തെളിവും ദൃശ്യങ്ങൾ സഹിതം ഇന്ത്യ പുറത്തുവിട്ടതുമാണ്. അതുകൊണ്ട് അത്തരമൊരു ഇടത്തേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ യാതൊന്നും തന്നെ ഇന്ത്യക്ക് നഷ്ടമായിട്ടില്ല, ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടില്ല എന്നൊരു സന്ദേശം കൂടി പാകിസ്ഥാന് നൽകുന്നുണ്ട്. വിജയകുമാർ, യെസ്, വെസ്റ്റേൺ കമാൻഡിൻ്റെ തൊപ്പി ഒക്കെ പ്രധാനമന്ത്രി ധരിച്ചാണ് അവിടെ എത്തുകയും അവരുമായി സേനാംഗങ്ങളുമായി വ്യോമസേനാംഗങ്ങളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം സേനാംഗങ്ങൾക്കൊപ്പം, ഒരുമിച്ച് സേനാംഗങ്ങൾക്കൊപ്പം എന്ന സന്ദേശമൊക്കെ നൽകുകയാണ്. അതിലേറെ പ്രധാനം ഈ ആദംപൂരിൽ എന്തോ ആക്രമിച്ചു എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ടായിരുന്നു. അവിടെയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയല്ല, അവിടെ സുസജ്ജമായി സേനാംഗങ്ങൾ ഒരുമിച്ചുണ്ട് എന്നതുകൂടി ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ് പ്രധാനമന്ത്രി ഇന്ന് ചെയ്തത്.
മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി ഉടൻ. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച പ്രതി ഒരു തരത്തിലും മാനസാന്തരപ്പെടാൻ സാധ്യതയില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ പ്രായം പരിഗണിക്കണം എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഒപ്പം അശ്വിൻ പാലാഴിയുമുണ്ട്. ഷഫീദ്, കോടതി നടപടികൾ തുടങ്ങിയോ? 1:15 എന്നായിരുന്നുവല്ലോ നേരത്തെ കേട്ടത്. അല്പസമയത്തിനകം അത് സംബന്ധിച്ച പ്രധാനപ്പെട്ട ഉത്തരവുണ്ടാകും അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും ശിക്ഷാവിധിയിൽ വിശദമായ വാദം കേട്ടു. കേരളത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ഏകപ്രതിയായിട്ടുള്ള കേതൽ ജിൻസൺ രാജയ്ക്ക് എന്ത് ശിക്ഷ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കും എന്നുള്ളതാണ്. ശിക്ഷാവിധിയിലടക്കം ശക്തമായിട്ടുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തി. വിചാരണഘട്ടത്തിൽ പ്രതിഭാഗം ഉയർത്തിയ ഒരേ ഒരു പ്രധാനപ്പെട്ട വാദമായിരുന്നു ഈ കേതലിന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ ആ പ്രശ്നങ്ങളെ തന്നെ കൂട്ടുപിടിച്ചാണ് ഇന്ന് ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോഴും പ്രോസിക്യൂഷൻ ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചതിൽ ഏറ്റവും പ്രധാനം ഈ കൊലപാതകത്തിന്റെ ആസൂത്രണം മാത്രവുമല്ല, ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് പ്രതി നടത്തിയ ചില മുന്നൊരുക്കങ്ങളടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഈ പ്രതി 2017 ഏപ്രിൽ 5-ാം തീയതിയാണ് അമ്മ, അച്ഛൻ, സഹോദരി എന്നിവരെ കൊലപ്പെടുത്തുന്നത്. തൊട്ടടുത്ത ദിവസം 6-ാം തീയതി ബന്ധുവായിട്ടുള്ള ലളിതയെ കൊലപ്പെടുത്തുന്നു. അവരുടെ അടക്കം കൊലപാതകത്തിന് പ്രതി ചൂസ് ചെയ്ത രീതി അതിന് തലേ ദിവസം, അതായത് ആദ്യ 3 കൊലപാതകങ്ങൾ നടത്തുന്ന തലേ ദിവസം 4-ാം തീയതി പ്രതി ആ മോപ്പടക്കമുള്ള കാര്യങ്ങൾ വാങ്ങി മുറിയിൽ സൂക്ഷിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് ഫ്ലിപ്കാർട്ട് വഴി സ്റ്റാൻലീസ് കാർപ്പന്റെ സാക്സ് എന്ന കൊലപാതകത്തിന് ഉപയോഗിച്ച മഴു വാങ്ങിയത്. അങ്ങനെ ഈ ആസൂത്രണം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും പ്രോസിക്യൂഷൻ ഇന്നും കോടതിയിൽ അക്കമിട്ട് നിരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, പ്രോസിക്യൂഷൻ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതിക്ക് മാനസാന്തര സാധ്യത ഇല്ല എന്നുള്ള ശക്തമായിട്ടുള്ള വാദം. അത് ചില സ്റ്റാൻഡുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചു. കൃത്യം നടന്നതിന് മുൻപും അതിനുശേഷവും പ്രതിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ ഇന്നും പറഞ്ഞു. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട ലളിത, അവർക്ക് 70 വയസ്സുണ്ടായിരുന്നു, അന്ധയായിരുന്നു. അവർ ഒരാഴ്ച മുൻപും പ്രതിക്ക് 1 ലക്ഷം രൂപ നൽകി. എന്നിട്ടും പ്രതി അവരെയും കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ നൽകിയില്ലെങ്കിൽ അത് ആപത്താണ്. ഇയാൾക്കെതിരെ മൊഴി നൽകിയവരുടെ ജീവന് ആര് സംരക്ഷണം നൽകുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. 2 പ്രധാനപ്പെട്ട സാക്ഷികൾ ഈ കേസിലുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇവരുടെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന അങ്കിളായിട്ടുള്ള ജോസ് എന്നയാളാണ്. രണ്ടാമത്തേത് വീട്ടുജോലിക്കാരിയാണ്. സ്വാഭാവികമായും അവരുടെ ജീവന് എന്ത് വില എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ഇന്ന് ചോദിച്ചു. വളരെ ബുദ്ധിപൂർവ്വം കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ബുദ്ധിമാനാണ് പ്രതി എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച പ്രതി ഒരു തരത്തിലും മാനസാന്തരപ്പെടാനോ പ്രതിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ അവസരമൊരുക്കേണ്ട കാര്യമോ ഇല്ല എന്നും പ്രോസിക്യൂട്ടറായിട്ടുള്ള ദിലീപ് സത്യൻ ഇന്ന് കോടതിയിൽ പറഞ്ഞു. മറ്റൊന്ന്, ഈ കേസിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഭവം, കേതൽ ജിൻസൺ രാജ പിടിക്കപ്പെട്ട ശേഷം അദ്ദേഹം പോലീസിനോടക്കം പറഞ്ഞ കാര്യം, താൻ ആസ്ട്രൽ പ്രൊജക്ഷന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. അതായത് സ്വർഗപ്രവേശന ആഭിചാര വിധിക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതായിരുന്നു. എന്നാൽ അന്ന് തന്നെ, അതായത് ഇയാൾക്ക് ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ പോലീസ് സ്ഥിരീകരിച്ച കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ളതല്ല ഈ കൊലപാതകം എന്നുള്ളത്. അതും ഇന്ന് ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ അതിനെ ചൊല്ലിയും ചില കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നത് പ്രതി തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ്. പ്രതിയുടെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും ആസ്ട്രൽ പ്രൊജക്ഷനെ സംബന്ധിച്ചിട്ട് ഒരു വിവരവുമില്ല. പിന്നെ പ്രതി ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചൊക്കെ ഏതെങ്കിലും ആശ്രമത്തിൽ നിന്ന് പഠിച്ചതാണോ എന്ന് പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തോട് ഇന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രതിഭാഗം ഇന്ന് നറേറ്റ് ചെയ്ത ഒരേ ഒരു കാര്യം, അത് ഈ പ്രതിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. പ്രതിക്ക് മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. മാത്രമല്ല, പ്രതിയെ ചികിത്സിച്ച, പ്രതിയെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള മോഹൻ റോയ് എന്ന ഡോക്ടർ എഴുതിക്കൊടുത്ത വെള്ളക്കടലാസ് മാത്രമാണ് പ്രോസിക്യൂഷന്റെ കയ്യിലുള്ളതെന്നും പ്രതിക്ക് മാനസിക പ്രശ്നമില്ല എന്ന് എന്തടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയുന്നു എന്നുള്ള കാര്യം കൂടി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, പ്രതിയുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നും ഇന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നുള്ള ഒറ്റ വാദത്തിൽ ഇന്ന് പ്രോസിക്യൂഷൻ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും കോടതി കഴിഞ്ഞ ദിവസം ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ പറഞ്ഞത്, ഈ കേസിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഈ കേസിൽ ചില സസ്പീഷ്യസ് ആയിട്ടുള്ള എലമെന്റുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്നായിരുന്നു തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി ഇന്നലെ പറഞ്ഞ കാര്യം. പക്ഷേ അത് തന്നെയാണ് ഇന്നും ഒരു പക്ഷേ ആവർത്തിക്കാനുള്ള സാധ്യത. പ്രതിക്ക് പരമാവധി ശിക്ഷ, അത് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള നിലപാട് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുമെന്നുള്ളത് അല്പസമയത്തുള്ളിൽ നമുക്കറിയാം. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ, ആസൂത്രണമടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കാനുള്ള സാക്ഷിമൊഴികൾ, അതായിരുന്നു നന്ദൻകോട് കൊലപാതക കേസിൽ പ്രോസിക്യൂഷൻ വിചാരണഘട്ടത്തിലടക്കം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ. ഏതായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷാവിധിയിൽ വിശദമായ വാദം കേട്ടു. അല്പസമയത്തിനുള്ളിൽ കോടതി ചേരും.
നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് വധശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അല്പസമയത്തിനുള്ളിൽ അറിയാം. വിജയകുമാർ. ഷഫീദ്, ഈ പ്രതി മാനസിക രോഗം അഭിനയിക്കുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രതിഭാഗം ചോദിച്ചു. മാനസികാരോഗ്യ വിദഗ്ധൻ മോഹൻ റോയിയുടെ റിപ്പോർട്ട് വെള്ളപ്പേപ്പറിൽ എഴുതി നൽകിയതാണ് എന്ന് പറയുന്നു. അത് ആ രേഖ വ്യാജം എന്നൊക്കെ പ്രതിഭാഗം പറയുന്നു. അതുപോലെ പോലീസും സാക്ഷികളും ചേർന്ന് ഒത്തുകളിച്ചു എന്നൊക്കെ പ്രതിഭാഗം പറയുന്നു. ഇതൊക്കെ ഈ അവസാന നിമിഷം നടത്തുന്ന ചില രക്ഷാപ്രവർത്തന ദൗത്യം എന്നതിനപ്പുറത്തേക്ക് ഇതിലൊന്നും നിയമപരമായി നിലനിൽക്കുന്ന വാദങ്ങളല്ലല്ലോ ഈ പ്രതിഭാഗം ഈ ഘട്ടത്തിൽ ഈ ശിക്ഷയിന്മേൽ നടത്തുന്നത്, അല്ലേ? വിജയകുമാർ, സ്വാഭാവികമായിട്ടും ഈ ശിക്ഷാ ഇളവ് ലഭിക്കാൻ വേണ്ടി പ്രതിഭാഗം നടത്തുന്ന സാധാരണ വാദം എന്നതിനപ്പുറത്തേക്ക് നമുക്കതിനെ കാണാൻ കഴിയില്ല. കാരണം വിചാരണ ഘട്ടത്തിൽ ആവർത്തിച്ച് പ്രതിഭാഗം ഉയർത്തിയതായിരുന്നു പ്രതിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ കോടതി മുഖവിലേക്ക് എടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഇത് ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷനോ പോലീസോ മുന്നോട്ട് വെച്ച എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ട്രയൽ തുടങ്ങുന്നതിന് മുൻപ് കോടതി തന്നെ ഇക്കാര്യത്തിൽ പ്രതിയുടെ മാനസികാരോഗ്യം പരിശോധിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അങ്ങനെ ഒരു മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിച്ച് പല ഘട്ടത്തിൽ പ്രതിയുടെ മാനസികാരോഗ്യം പരിശോധിച്ച ശേഷമാണ് ഈ ട്രയലിലേക്ക് കടന്നത്. പ്രതിക്ക് മറ്റു കുഴപ്പമില്ല, പ്രതി സാധാരണ മനുഷ്യരെ പോലെയാണ് പെരുമാറുന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് ട്രയൽ തന്നെ ആരംഭിക്കുന്നത്, ഏതാണ്ട് 6.5 വർഷത്തിന് ശേഷം. അപ്പോൾ ആ വാദം ഏതെങ്കിലും തരത്തിൽ കോടതി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പിന്നീട് ഈ മോട്ടീവിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. പ്രതി ഇപ്പോഴും ഈ മോട്ടീവ് സംബന്ധിച്ച് പോലീസ് പ്രസന്റ് ചെയ്തത്, പ്രോസിക്യൂഷൻ പ്രസന്റ് ചെയ്ത കാര്യം, പ്രതിക്ക് മാതാപിതാക്കളോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രതി +2 വരെ മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ളയാളാണ്. അതേസമയം പ്രതിയുടെ അച്ഛൻ പ്രൊഫസർ രാജ തങ്കത്തിന്റെ കുടുംബത്തിലടക്കം അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ വലുതാണ്. അപ്പോൾ ആ പേര് പറഞ്ഞ് രാജാ തങ്കം പലപ്പോഴായി പ്രതിയെ കുറ്റപ്പെടുത്തുമായിരുന്നു. മാത്രമല്ല, വിദേശത്ത് ഡോക്ടർ പഠനത്തിലൊക്കെ പോയി അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചതടക്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കി. അങ്ങനെ രാജാ തങ്കം മാനസികമായി ഇയാളെ ബുദ്ധിമുട്ടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിലെ വൈരാഗ്യം മൂലമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, ഈ മാതാപിതാക്കളടക്കം വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു, താൻ മാത്രം കേരളത്തിൽ ഒറ്റപ്പെടുമോ എന്നുള്ള ആശങ്ക ഇയാൾക്കുണ്ടായിരുന്നു. അതടക്കം ഇയാൾക്ക് ഈ മോട്ടീവിലേക്ക് നയിച്ചു, ഈ ക്രൂര കൊലപാതകങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്, പ്രോസിക്യൂഷൻ വാദം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ മോട്ടീവ് സംബന്ധിച്ച് ഇളവുകൾ പരിഗണിക്കുമോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇളവുകൾ പരിഗണിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ കേസിൽ അത് ഈ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നുള്ള നിരീക്ഷണം കോടതി കൂടി നടത്തി കഴിഞ്ഞാൽ പരമാവധി ശിക്ഷ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് സിറ്റുവേഷണൽ എവിഡൻസും അതേപോലെ തന്നെ സയന്റിഫിക് എവിഡൻസും ഒരേ രീതിയിൽ കോർത്ത് നൽകിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച മഴു അത് ഇയാൾ തന്നെ ഓൺ ചെയ്യുന്നു എന്നുള്ളത് കണ്ടെത്താൻ, അങ്ങനെയുള്ള കണ്ടെത്തലുള്ള തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളുണ്ട്. അതിലൊന്നാമത്തേത് ഈ കൊലപാതകം നടന്ന 5-6 ദിവസങ്ങളിലും ഈ മൃതദേഹങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച 7-8 ദിവസങ്ങളിലും കേദൽ ജിൻസൺ രാജ നന്ദൻകോട് ക്ലിഫ് ഹൗസിന് പരിസരത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള മൊഴിയുണ്ട്, സാക്ഷിമൊഴിയുണ്ട്. രണ്ടാമത്തേത് ഈ കൊലപാതകം നടന്നതിന് ശേഷം കൊല്ലപ്പെട്ട ബന്ധുക്കൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് ഇയാൾ 2 പേരോട് കളവ് പറഞ്ഞിട്ടുണ്ട്, നുണക്കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ അത് സാധൂകരിക്കുന്ന സാക്ഷിമൊഴിയും കോടതിക്ക് മുൻപിലുണ്ട്. അപ്പോൾ സാക്ഷിമൊഴികൾ ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യം. അതൊരു വൈറ്റൽ എവിഡൻസ് ആണ്. മറ്റേത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച മഴു, അത് വാങ്ങിയ രീതി, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്ത സൂംബി ഗോ ബൂം എന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യം, അത് എന്താണോ ഈ കൊലപാതകം നടത്തിയ രീതി, തലയ്ക്ക് പിന്നിൽ കൂടി മഴു കൊണ്ട് വെട്ടിക്കൊലപ്പെടുന്ന അതേ രീതി, അത് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ദൃശ്യം ഇയാൾ കണ്ട് ട്രയൽ നടത്തി എന്നുറപ്പിക്കാൻ കഴിയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതും വളരെ നിർണായകമായിട്ടുള്ള, വിചാരണ ഘട്ടത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവായിരുന്നു. അപ്പോൾ ഇത് ഇത്രയടക്കം തെളിവ് ഇതിനകത്തുണ്ട്. മാത്രമല്ല, ഈ കേദൽ ജിൻസൺ രാജയുടെ വസ്ത്രങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ട ആളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കേസിലെ, ആ 4 തെളിവുകളാണ് ഈ കേസിലെ ഏറ്റവും വൈറ്റൽ തെളിവുകളായി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത്. അത് കോടതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കോടതി അത് കണ്ടെത്തിയിട്ടുണ്ട്. കോടതി അത് ഗൗരവത്തിൽ എടുത്തുകൊണ്ടാണ് ആ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇയാൾ തന്നെയാണ് ഇത് കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഇതിലെ ശിക്ഷയിലേക്ക് വരുമ്പോൾ ഇയാളുടെ മാനസികാരോഗ്യം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം ഗൗരവത്തിൽ കോടതി പരിഗണിക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും തരത്തിൽ പ്രായമോ അതല്ലെങ്കിൽ ഇയാൾ ഇത്രയും കാലം അനുഭവിച്ച തടവ് കാലാവധി ഒക്കെ ആയിരിക്കാം പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ചാൽ പോലും അത് ഏതെങ്കിലും തരത്തിൽ വലിയ ഇളവുകളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും വലിയ വിവാദമുണ്ടാക്കിയ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള പേര്, അത് ആദ്യമായി കേരളം കേട്ട കൊലപാതക സംഭവമായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. 2017 ഏപ്രിൽ 5-നാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലിഫ് ഹൗസ് അതൊരു മോസ്റ്റ് സെക്യൂരിറ്റി ഏരിയ ആണ് തിരുവനന്തപുരം നഗരമധ്യത്തിലെ. അവിടെ, അതായത് മുഖ്യമന്ത്രിയുടെ അടക്കം ഔദ്യോഗിക വസ്തുത തൊട്ട് സമീപത്ത് ഒരു 500 മീറ്ററിനിപ്പുറത്ത് ബെയിൻസ് കോമ്പൗണ്ട് 117 നമ്പറിലായിരുന്നു കേദൽ ജിൻസൺ രാജ 4 പേരെ കൊലപ്പെടുത്തിയത്. അച്ഛൻ പ്രൊഫസർ രാജാ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോലിന, ബന്ധുവായിട്ടുള്ള ലളിത ജീൻ
എന്നീ 4 പേരെയായിരുന്നു ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആദ്യം 2017 ഏപ്രിൽ 5-ാം തീയതി ഉച്ചയ്ക്ക് മുൻപ് അമ്മയെ രണ്ടാമത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തുന്നു. താനുണ്ടാക്കിയ പുതിയ വീഡിയോ ഗെയിം കാട്ടിത്തരാമെന്ന് പറഞ്ഞാണ് ഇയാൾ വിളിച്ചു വരുത്തുന്നത്. ശേഷം കമ്പ്യൂട്ടറിന് മുൻപിൽ അമ്മയെ ഇരുത്തുന്നു. പിന്നിൽ നിന്ന് മഴുകൊണ്ട് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ അച്ഛനോടും സഹോദരിയോടും ഒപ്പം ഇരുന്ന ഇയാൾ ഭക്ഷണം കഴിക്കുന്നു. ഇവരോട് അമ്മ പുറത്തേക്ക് പോയത് നുണ പറയുന്നു. പിന്നാലെ വൈകുന്നേരത്തിന് മുൻപ് അച്ഛനെ സമാനമായ രീതിയിൽ രണ്ടാമത്തെ നിലയിലുള്ള തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഇതേ രീതിയിൽ കൊലപ്പെടുത്തുന്നു. സഹോദരിയെയും അന്ന് വൈകിട്ട് തന്നെ കൊലപ്പെടുത്തി 3 മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നു. തൊട്ടടുത്ത ദിവസം അന്ധയായിട്ടുള്ള 70 വയസ്സുള്ള ബന്ധുവായ ലളിതയെ കൂടി ഇയാൾ ഇതേ രീതിയിൽ കൊലപ്പെടുത്തുന്നു. 7-ാം തീയതി വൈകിട്ട് ഈ മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ഇയാളുടെ ആദ്യ ശ്രമം അത് ഇയാൾക്ക് കൈക്ക് പൊള്ളലേൽക്കുന്നു. ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വരുന്നു. 8-ാം തീയതി വൈകിട്ട് വീണ്ടും ഇവരുടെ മൃതദേഹം അത് കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിൽ അപ്രതീക്ഷിതമായി ഇയാൾ വിചാരിക്കാത്തതുപോലെ ഇയാളുടെ റൂമിലേക്ക് തീ പടരുന്നു, പുക ഉയരുന്നു. അയൽവാസികൾ വിവരമറിയുന്നു, ഫയർഫോഴ്സിനെ അറിയിക്കുന്നു. ഫയർഫോഴ്സ് വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ 4 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അതിനുശേഷം 8-ാം തീയതി തന്നെ, അതായത് ഇത് പുറത്തേക്ക് അറിഞ്ഞു എന്നുള്ളത് ഉറപ്പ് വന്നപ്പോൾ തന്നെ കേദൽ ജിൻസൺ രാജ തന്റെ ID കാർഡും തന്റെ വീട്ടിലുണ്ടായിരുന്ന 60,000 രൂപയുമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ മുറിയെടുത്ത് താമസിക്കുന്നു. പോലീസ് തന്നെ തേടി എത്തുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയതിന് പിന്നാലെ ഇയാൾ ഈ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുന്നു. ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷാഡോ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം നടത്തിയ ആദ്യ ചോദ്യം ചെയ്യൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയപ്പെടുന്ന ദുർമന്ത്രവാദത്തിന്റെ കഥ ഇയാൾ പറയുന്നു. പോലീസ് അത് വിശ്വാസത്തിലെടുത്തില്ല. ശേഷം ശാസ്ത്രീയ മനോരോഗ ചികിത്സ അതിന് പരിശോധന നടത്തുന്നു. ആ പരിശോധനയിൽ ഇയാൾക്ക് ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ള കാര്യം കണ്ടെത്തി. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഇയാൾ പറയുന്ന പല കാര്യങ്ങളിലും കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചാണ് പോലീസ് ഈ രീതിയിൽ അന്വേഷണം നടത്തി ഇത്രയധികം തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് മുൻപിലേക്ക് എത്തി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നമുക്ക് വിധി പ്രതീക്ഷിക്കാം. വിജയകുമാർ. പ്രായം പരിഗണിക്കണം എന്നാണ് പ്രതിഭാഗം ഒടുവിൽ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. അയാൾ ഈ കൊലപാതകം നടത്താൻ അല്ലെങ്കിൽ അതിലേക്ക് അയാൾ നയിച്ച ഗൂഢാലോചന, അയാൾ നടത്തിയ ആസൂത്രണം, അതിൻ്റെ ഒക്കെ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ കോടതിയുടെ മുൻപാകെ, വിചാരണ കോടതിയുടെ മുൻപാകെ എത്തിയിട്ടുണ്ട്. അയാൾക്ക് മനോരോഗമില്ല എന്നത് ഒരു ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരമാവധി ശിക്ഷ തൂക്കുകയർ തന്നെ, ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ പ്രതിക്ക് കൊടുക്കണം. ഇയാൾ ഇനി അതിന് ആ നിലയിലൊരു മാറ്റം അയാൾക്കുണ്ടാകില്ല. പുറത്തിറങ്ങിയാൽ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞവരുടെ അവസ്ഥ എന്താകുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ചോദിക്കുന്നു. ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നതിന് ശേഷം അതിർത്തിയിലെ സാഹചര്യം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. അതിർത്തിയിൽ രാത്രി വീണ്ടും ഡ്രോണുകൾ എത്തിയതിൽ പാകിസ്ഥാനെ പ്രതിഷേധം അറിയിക്കും. അതിനിടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 3 ഭീകരർക്കായി സൈന്യം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചതിന് പിന്നാലെയാണ് ജമ്മുവിലെയും പഞ്ചാബിലെയും സ്ഥലങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. 12 ഡ്രോൺ വരെ എത്തിയതിനെ തുടർന്ന് അതിർത്തികളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. പ്രകോപനമുണ്ടായെങ്കിലും പിന്നീട് ഡ്രോണുകൾ തിരികെ പോയതായി സേന തന്നെ സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും അതിർത്തിയിൽ ഡ്രോണുകൾ എത്തിയതിൽ ഇന്ത്യ പാകിസ്ഥാനെ പ്രതിഷേധമറിയിക്കും. മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി. താൽക്കാലികമായാണ് വിമാന കമ്പനികളുടെ നടപടി. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള 3 ഭീകരർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭ നാളെ ചേരും. സുരക്ഷാകാര്യ സമിതിയും യോഗം ചേരുന്നുണ്ട്. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യം യോഗം വിലയിരുത്തും. നിലവിലെ സാഹചര്യം വിദേശകാര്യ സെക്രട്ടറി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ തിങ്കളാഴ്ച വിശദീകരിക്കും. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ ധാരണ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നതിൽ പ്രതിപക്ഷത്ത് ഭിന്നാഭിപ്രായം. പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന കോൺഗ്രസ് നിലപാടിനോട് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ വിയോജിച്ചു. എന്നാൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം ഒന്നാകെ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്താൻ സ്വീകരിച്ച ഉപാധികൾ എന്തൊക്കെയായിരുന്നു എന്നുൾപ്പെടെ നിരവധി ചോദ്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരർ എവിടെയെന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് കോൺഗ്രസിന്റെ വിമർശനം. എന്താണ് ഈ വെടിനിർത്തൽ കരാറിന്റെ കണ്ടീഷൻസ്? പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? ഇനി നമ്മുടെ പാവപ്പെട്ട 26 പേരെ കൊന്നൊടുക്കിയ ഭീകരവാദികൾ അവരിപ്പോഴും പിടികിട്ടപ്പെട്ടിട്ടില്ല. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? പരമോന്നതമായിട്ടുള്ള ജനസഭയായിട്ടുള്ള പാർലമെന്റ് വിളിച്ചുകൂട്ടി പാർലമെന്റിൽ ഗവൺമെന്റ് പറയണം എന്താണ് സംഭവിച്ചത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ തള്ളി. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ ആകില്ലെന്നും കേന്ദ്ര സർക്കാർ വിളിക്കേണ്ടത് സർവകക്ഷി യോഗമാണെന്നും ശരത് പവാർ പറഞ്ഞു.
मगर ये सेंसिटिव इशू है, इन्वायरमेंट डिस्कशन सीरियस इशू है, तो सदन में लेना मुश्किल होता है। मिनिस्टर को भी सब डिस्कस करना इतना आसान नहीं, ये फायदे की बात नहीं है। എന്നാൽ പാർലമെന്റ് സമ്മേളനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഓപ്പറേഷൻ സിന്ദൂറിനെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല തിരംഗ യാത്രയുടെ ലക്ഷ്യമെന്ന് BJP അവകാശപ്പെട്ടു. 24 ഡൽഹി. തുടർച്ചയായ ഷെല്ലാക്രമണത്തിന്റെയും ഡ്രോൺ ആക്രമണത്തിന്റെയും ഭീതി പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നൊഴിയുകയാണ്. അതിർത്തികൾ ശാന്തമായതോടെ ഗ്രാമങ്ങൾ വിട്ടുപോയവർ മടങ്ങിയെത്തി തുടങ്ങി. പത്താൻകോട്ടിലെ ഗ്രാമങ്ങളിൽ നിന്ന് വിനീത വിജിയും ക്യാമറമാൻ ജിജീന്ദ്രനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെടിയൊച്ചകൾക്ക് ശേഷം അതിർത്തികൾ ശാന്തം. ഭീതിയും ആശങ്കയും നിറഞ്ഞ മുഖങ്ങളിൽ ഇപ്പോൾ ആശ്വാസം. സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും നനുത്ത പുഞ്ചിരി. अभी तो अच्छा है, पहले डर लग रहा था। पहले बहुत डर रहा इधर ये. हाँ पहले डर लग रहा था, अभी नहीं लग रहा, अभी अच्छा है. ഭീതിയൊഴിയാത്ത രാത്രികളായിരുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പത്താൻകോട്ടിലെ ഗ്രാമീണരുടേത്. കൈക്കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് ഉറങ്ങാതിരുന്ന ദിനങ്ങൾ. ഉള്ളതൊക്കെ പെറുക്കിയെടുത്തു ചിലർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി. കന്നുകാലികളെയും കൃഷിയിടങ്ങളും ഉപേക്ഷിച്ച് പോകാൻ കഴിയാതിരുന്നവർ ഗ്രാമങ്ങളിൽ തുടർന്നു. अन्नी बहुत डर था, बच्चों की बाथरूम भी सलवारों में ही लिखड़ने को हो रही थी, पजामों में ही लिखड़ने को हो रही थी, वो हिसाब था। और अब तो अल्लाह का शुक्र है, बहुत सुकून है, लड़ाई ना हुआ वही अच्छा, अब तो ठीक है। अन्नी इधर भागने को जी कर रहा था, बच्चे भी रोवे थे, चीख चीख के मार रहे थे बच्चे. വീണ്ടും ആക്രമണം തുടർന്നിരുന്നുവെങ്കിൽ ഗ്രാമം ഉപേക്ഷിച്ചു തന്നെ പോകേണ്ടി വരുമായിരുന്നുവെന്നവർ പറയുന്നു. तो लड़ाई 1-2 दिन में हम इधर से यूपी चले जाते, तो डर तो ये आदमी को रहता ही है कि कभी इधर भी पड़ जाए आगे, तो 1-2 दिन के बाद हम चले जाते अगर जो जंग बंद ना होती तो. अब झगड़ा हो गया था, डर लग रहा था, दहशत लग रही थी, काम पे से भागने को मन कर रहा था, रुकने को जी कर नहीं रहा था. मैं कहा यूपी भाग लो. अच्छा तो बढ़िया करा, अच्छा करा. ആശങ്കയിൽ ആഴ്ന്നുപോയ ജീവിതം വീണ്ടും തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണിന്നിവർ. കൃഷിയും കൈത്തൊഴിലും ഉപജീവന മാർഗമാക്കിയവരാണ് പഞ്ചാബിലെ അതിർത്തി മേഖലകളിൽ ഏറെയും. അതിർത്തികൾ പൂർണ്ണമായും ശാന്തമായതോടെ ആശ്വാസത്തിന്റെ ദിനങ്ങളിൽ ഇവരിങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. പത്താൻകോട്ടിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. പഞ്ചാബിലെ അമൃത്സറിൽ വിഷമദ്യ ദുരന്തത്തിൽ 14 പേർ മരിച്ചു. 6 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മദ്യം വിതരണം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലെ സിവിൽ ആശുപത്രിയിലാണ്. വ്യാജമദ്യ ദുരന്തത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവരെ ഈ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജീവൻ നഷ്ടമായ ഏതാണ്ട് 14ഓളം ആളുകളുടെ മൃതദേഹം ഇവിടുത്തെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരേ കേന്ദ്രത്തിൽ നിന്നും മദ്യം വാങ്ങി കഴിച്ചവർക്കാണ് ഈ ദുരിതം ഉണ്ടായിരിക്കുന്നത്. रात 11 बजे जी. हाँ जी 11 बजे के करीब रात ये दारू पी गए जी. हाँ जी दारू पी के डेली 3 साल तो दारू पींदा है जी. दारू कारण होया जी. दारू पीने का टाइम ज्यादा हेल्थ इशू है ना? नहीं जी अब 2 साल होए दा पींदे नु, पहला नहीं, पहला तो बिल्कुल वैष्णो ही. 2 साल राज मिस्त्रा काम करता ही, जो काम करना फिर बंदियां च बह के थोड़ी थोड़ी पीण लग पिया. वो इस कारण राती भी दारू पीती है, दारू पी के 11 बजे पूरे हो गए. आपका बेटा? हाँ जी. कितना उम्र है? 35 साल जी. दारू पीने का बाद हेल्थ इशू है? दारू पीने तो बाद मैडम जी दर्द ही हुई माड़ी जी, तो फिर. आपका गांव? हाँ जी. गांव का नाम क्या है? ये मेरा नाम, गांव का नाम क्या है? तलवंडी खुमन. तलवंडी खुमन. हाँ तलवंडी खुमन. हाँ जी. मंजित.
हाँ जी तलवंडी खुम्माना हाँ जी ദുരിതത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ ഈ വ്യാജമദ്യം കഴിച്ചതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് മരണമുണ്ടായതെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവരുടെ ബന്ധുവിൻ്റെ അടക്കമുള്ള മൃതദേഹങ്ങൾ ഈ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 6ഓളം പേർക്ക് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അവരെയും ആശുപത്രിയിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ വ്യാജമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ മദ്യം നൽകിയ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മദ്യം എവിടെയാണ് നിർമ്മിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായി തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അമൃത്സറിലെ സിവിൽ ആശുപത്രിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. നേതൃതലത്തിലെ അഴിച്ചുപണിക്ക് പിന്നാലെ KPCC DCC തലങ്ങളിൽ അഴിച്ചുപണി നടത്താനൊരുങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡ്. എവിടെയൊക്കെയാണോ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അവിടെയെല്ലാം മാറ്റം ഉണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. പാർട്ടിയുടെ മറ്റു ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് ചർച്ച ചെയ്യുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. KPCC അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും മാറ്റുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേരളത്തിലെ കോൺഗ്രസിൽ ഹൈക്കമാൻഡ് ലക്ഷ്യമിട്ടിരിക്കുന്ന അഴിച്ചുപണി. അത് KPCC ജനറൽ സെക്രട്ടറിമാരിലേക്കും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരിലേക്കും എത്തുന്നതാണ്. പ്രവർത്തന മികവ് നോക്കി ആവശ്യമായവരെ നിലനിർത്തുകയും അല്ലാത്ത നേതാക്കളെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് നേതൃത്വം 24നോട് സ്ഥിരീകരിച്ചു. എവിടെയൊക്കെ പാർട്ടിയിൽ ഊർജ്ജസ്വലമായ മാറ്റം ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഊർജ്ജസ്വലമായ മാറ്റം ഉണ്ടാകും. ഈ വന്ന ടീം മാത്രമല്ല കേരളത്തിലെ ക്രീമായിട്ടുള്ള ടീം എന്ന് പറയുന്നത്. ഞങ്ങളുടെ 2ാം നിര നേതൃത്വം വളരെ ശക്തമാണ് കേരളത്തിൽ. അപ്പോൾ അവരെയൊക്കെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് അവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. എന്താണ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അത് പറയാൻ പാടില്ലല്ലോ. 5 കൊല്ലത്തിലേറെ ഭാരവാഹികളായിരുന്നവരെ മാറ്റണമെന്നാണ് ഉദയ്പൂർ ചിന്തൻ ശിബിരിലെ തീരുമാനം. KPCC ജനറൽ സെക്രട്ടറിമാരിൽ ചിലർ 5 കൊല്ലം പിന്നിട്ടവരാണ്. 10 DCC അധ്യക്ഷന്മാരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന റിപ്പോർട്ടും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. ഇതാണ് അഴിച്ചുപണിക്ക് പ്രേരണയാകുന്നത്. മൊത്തത്തിൽ അഴിച്ചുപണിയല്ല, ആവശ്യമായ അഴിച്ചുപണിയാണ്. വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സംഗമങ്ങൾ, വിപുലമായിട്ടുള്ള യോഗങ്ങൾ നടന്നു വരികയാണ്. ഏതാണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ശാക്തീകരിക്കുകയാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികളും എല്ലാം കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടത് മെച്ചപ്പെടുത്തും. സംഘടനാ ചുമതല വഹിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി M. ലിജുവിനെ ആ പദവിയിൽ നിന്ന് നീക്കാനും സാധ്യതയുണ്ട്. പുതിയ നേതാക്കളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് നേതാക്കളെ ക്ഷണിച്ചത് M. ലിജുവിനെ ഒഴിവാക്കി ദീപാദാസ് മുൻഷി നേരിട്ടായിരുന്നു. നേതൃത്വത്തിലെ പുനഃസംഘടനയിൽ കോൺഗ്രസിന് വേണ്ടി ജീവിതം ഹോമിച്ചവരെ പരിഗണിക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. KPCC നേതൃമാറ്റത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് AICCയെ അറിയിക്കട്ടെ എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അതൃപ്തികളെക്കുറിച്ച് തനിക്കറിയില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ ദളിത് വിഭാഗത്തിൽ നിന്നാണ് എന്ന് MM ഹസനും പ്രതികരിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് KPCC അധ്യക്ഷന്മാർ വന്നിട്ടില്ല എന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടാണ് നേതാക്കളുടെ ഈ പ്രതികരണം. ഞാൻ അതേക്കുറിച്ച് ഞാനിപ്പോൾ മറുപടി പറയുന്നത് ശരിയല്ല. അദ്ദേഹം ദളിത് പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ അദ്ദേഹം ലോകസഭയിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 9ാം തവണയാണ് അദ്ദേഹം മെമ്പറായി. അത് മാത്രമല്ല അദ്ദേഹം ചീഫ് വിപ്പാണ്. അതിനുശേഷം പിന്നെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അദ്ദേഹം AICCയിൽ കാര്യങ്ങൾ ഉന്നയിക്കട്ടെ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അത് അവരോട് ചോദിക്കണം. ഓരോരുത്തരുടെ എല്ലാ MP-മാരും MLA-മാരൊക്കെ ഒരുപാട് പരിപാടി തിരക്കുള്ള ആളുകളല്ലേ, ധാരാളം ആളുകൾ പങ്കെടുത്തിരുന്നു. പുനഃസംഘടന നേരത്തെ ചർച്ച ചെയ്ത അവസരത്തിൽ KPCC തലത്തിൽ പുനഃസംഘടന കഴിയുമ്പോൾ സ്വാഭാവികമായും ജില്ലാ തലത്തിലുള്ള പുനഃസംഘടനയും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ DCCകൾ പുനഃസംഘടിപ്പിക്കണം. ഏതൊക്കെ DCC പുനഃസംഘടിപ്പിക്കണം, മൊത്തത്തിലാണോ അതോ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് നിലനിർത്തി അല്ലാത്തതാണോ, ഇതൊക്കെ AICC എടുക്കേണ്ട തീരുമാനങ്ങളാണ്. കേരളത്തിലെ കോൺഗ്രസിന് എല്ലാ കാലത്തും ദളിത് പ്രാതിനിധ്യം വളരെ കൂടുതലുള്ള, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ദളിത് സമുദായത്തിലുള്ള ആളല്ലേ. അതേസമയം കോൺഗ്രസിൽ ദളിത് പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പാർട്ടിയിൽ അങ്ങനെ ദളിത് പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടത് തന്നെയാണ് എല്ലാ തലങ്ങളിലും. അതനുസരിച്ചാണ് കഴിഞ്ഞ തവണ എല്ലാ ജില്ലയിലും അതുണ്ടായി, ബ്ലോക്കുകളിലുണ്ടായി, മണ്ഡലങ്ങളിലുണ്ടായി. അപ്പോൾ അതിനിയും വേണം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കൂടുതൽ പ്രാതിനിധ്യം ദളിത് വിഭാഗങ്ങൾക്ക് എല്ലാ തലങ്ങളിലും ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആരും വിട്ടു നിന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പരമാവധി നേതാക്കളും പ്രവർത്തകരും തിങ്ങി നിറഞ്ഞ യോഗത്തിൽ വെച്ചാണ്
സണ്ണി ജോസഫ് ചാർജ് എടുത്തത്. അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇന്നലെ ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. CBSE 10-12 ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 10ാം ക്ലാസ്സിൽ 93.66% വിദ്യാർത്ഥികൾ വിജയിച്ചു. 88.39 12ാം ക്ലാസ്സിലെ വിജയ ശതമാനം. cbse.nic.in എന്ന വെബ്സൈറ്റിലും ഡിജി ലോക്കർ ഉമാങ് ആപ്പുകളിലും ഫലം അറിയാൻ കഴിയും. അച്യുതൻ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, 10-12 ക്ലാസ്സുകളിലെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ചയായി എല്ലാ ദിവസവും രാവിലെ ഉയരുന്ന ചോദ്യം CBSE 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ പരീക്ഷാഫലം ഇന്ന് വരുമോ എന്നത് തന്നെയാണ്. മുൻകാലങ്ങളിലൊന്നും കാണാത്ത പോലെ നേരത്തെ ഈ പരീക്ഷാഫലം ഉടൻ എന്ന മട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില വ്യാജ പ്രചാരണങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ആ ചോദ്യം ഉയർന്നത്. ഇപ്പോൾ 2ഉം 10ഉം 12ഉം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CBSE പരീക്ഷാഫലം, അത് 10-12 ക്ലാസിന്റെ പരീക്ഷാഫലം എന്ന് പ്രഖ്യാപിക്കും, എന്നുണ്ടാകും എന്ന തരത്തിൽ ഒരു ചോദ്യം നിലനിന്നിരുന്നു. അതിൽ പല അഭ്യൂഹങ്ങൾ പരക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനൊടുവിൽ ഇന്നാണ് ഈ +2 അതുപോലെ തന്നെ 10ാം ക്ലാസിന്റെ പരീക്ഷാഫലം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ നിലവിൽ അവസാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 10ാം ക്ലാസിന്റെ പരീക്ഷാഫലമാണ്. അതിൽ 93.66 വിദ്യാർത്ഥികളാണ് അതിൽ വിജയിച്ചിരിക്കുന്നത്. ഇതിൽ പരീക്ഷ എഴുതിയതിൽ 95% പെൺകുട്ടികൾ വിജയം നേടുകയുണ്ടായി. തിരുവനന്തപുരം, വിജയവാഡ, ബാംഗ്ലൂർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ വിജയം നേടിയ സംസ്ഥാനങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഇടങ്ങൾ. ഡൽഹി 7ാം സ്ഥാനത്തും ഗുവാഹത്തി അവസാന സ്ഥാനത്തുമാണ് നിലവിൽ ഈ 10ാം ക്ലാസിന്റെ പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ റീജിയണൽ വൈസ് ആയിട്ട് ഒരു വിജയ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം 99.79% വിജയ ശതമാനം എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെക്കാളും 0.06% വർധനമാണ് 10ാം ക്ലാസിന്റെ പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ, കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ 12ാം ക്ലാസ് 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയകുമാർ. ഇതാ അച്യുതൻ വിവരങ്ങൾ നൽകിയായിരുന്നു. കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം എന്ന വിവരമാണ് വരുന്നത്. വധശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വളരെ ശക്തിയായി ആവശ്യപ്പെട്ടതാണ്. വധശിക്ഷയില്ല, ജീവപര്യന്തം എന്ന വിവരം വരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഷഫീദ്, 4 പേരെ കൊന്ന കേസാണ്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് എല്ലാ തരത്തിലും പറയണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട കേസാണ്. പക്ഷേ ജീവപര്യന്തം വിവരങ്ങൾ കൂടുതൽ ലഭ്യമായിട്ടുണ്ടോ ഷഫീദ്? വിജയകുമാർ, ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായിട്ടുള്ള, അതായത് ഈ ലൈഫ് വിധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നിരീക്ഷണം ഇതുവരെയും കോടതി നടത്തിയിട്ടില്ല. അതേസമയം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ അമ്മ, അച്ഛൻ, സഹോദരി, ബന്ധു അടക്കമുള്ള സ്ത്രീ അവരെ കൊന്ന കൊലപാതക കേസിൽ കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ മോട്ടീവ് സംബന്ധിച്ചിട്ടുള്ള അവസാനഘട്ട, അതായത് ശിക്ഷാവിധിയിലെ വാദപ്രതിവാദത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ ശിക്ഷാവിധി മോട്ടീവ് സംബന്ധിച്ചിട്ടുള്ള ചില അവ്യക്തതകളാകാം ഒരുപക്ഷെ ജീവപര്യന്തത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. 12 ലക്ഷം രൂപ പിഴയും കേതൽ ജിൻസൺ രാജയ്ക്ക് വിധിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പരമാവധി ശിക്ഷ എന്നുള്ള പ്രോസിക്യൂഷൻ ആവശ്യത്തെ കോടതി എങ്ങനെയാണ് കണ്ടത് എന്നുള്ള കാര്യം ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. 2017 ഏപ്രിൽ 5-6 തീയതികളിൽ നന്ദൻകോട് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന് അടുത്തുള്ള നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ നടന്ന ക്രൂര കൊലപാതകത്തിൽ ഇപ്പോൾ കേതൽ ജിൻസൺ രാജ, ഏക പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ലൈഫാണ്, ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കോടതി ശിക്ഷാവിധിയിന്മേൽ വാദം നടക്കുമ്പോൾ പ്രതിഭാഗം ഉന്നയിച്ച മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ മുഖവിലക്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഉത്തരവിൽ ഏറ്റവും നിർണായകമായി മാറും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതിഭാഗം ശിക്ഷാവിധിയിൽ വാദം നടന്നപ്പോൾ ഉയർത്തിയിരുന്നു. അതിലൊന്നാമത്തെ കാര്യം, എന്ത് തെളിവിന്റെ, എന്ത് വ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഡോക്ടർ മോഹൻ റോയ്, മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ മോഹൻ റോയുടെ ഒരു വെള്ളപ്പേപ്പർ മാത്രമാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതിലെന്ത് പ്രസക്തിയുണ്ട്? പോലീസിന്റെ നറേഷൻ ഡോക്ടർ ആവർത്തിക്കുകയാണോ ചെയ്തതെന്ന് സംശയിക്കുന്നു. അതല്ലാതെ പ്രതിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തെളിയിക്കാൻ എന്തുണ്ട് കോടതിക്ക് മുൻപിൽ പ്രോസിക്യൂഷൻ വെച്ചത് എന്നുള്ള ഒരു വാദം
അത് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ കോടതി ഈ ഘട്ടത്തിൽ പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിയുടെ പ്രായം മാത്രവുമല്ല, മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ലായ്മ, മോട്ടീവ് സംബന്ധിച്ച് മോട്ടീവിലുണ്ടായ ചില വ്യക്തതക്കുറവടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വലിയ ശിക്ഷകളിൽ നിന്ന് ജീവപര്യന്തം ശിക്ഷയിലേക്ക് മാറാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഏറ്റവും സുപ്രധാനം. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 4 കൊലപാതകങ്ങളിൽ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ആസൂത്രണം, വീട് നശിപ്പിക്കൽ എന്നീ 4 കുറ്റങ്ങളായിരുന്നു ഇയാൾക്കെതിരെ തെളിഞ്ഞത്. ഈ ഓരോത്തിനും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും എന്തൊക്കെയാണ് ശിക്ഷ എന്നുള്ളത് പ്രത്യേകം നമുക്കറിയാം. ഏതായാലും കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത ആശ്രൽ പ്രൊജക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായ നന്ദങ്കോട് കൂട്ടക്കൊലപാതക കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. പിഴത്തുക അമ്മയുടെ സഹോദരൻ ജോസിന് നൽകണം എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കൂട്ടക്കൊലയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ജോസ് എന്ന് പറയുന്നത് ഈ കേസിന്റെ മറ്റൊരു കഥ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കേസിലെ നിർണായകമായ സാക്ഷി കൂടിയാണ് ജോസ്. ബെയിൻസ് കോമ്പൗണ്ടിലെ 117ാമത്തെ വീടാണ് പ്രൊഫസർ രാജ തങ്കത്തിൻ്റെത്, അതല്ലെങ്കിൽ കേതൽ ജിൻസൺ രാജയുടേതെങ്കിൽ അതേ കോമ്പൗണ്ടിൽ തന്നെയുള്ള 118 നമ്പർ വീട്ടിലായിരുന്നു ജോസ് താമസിച്ചിരുന്നത്. ജോസിന് പാർക്കിൻസൺ അടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇവർ തമ്മിലൊരു വസ്തു ഇടപാടിൽ ജോസ് ചില പണം അത് കേതലിൻ്റെ കുടുംബത്തിന് നൽകുകയും പിന്നീട് അദ്ദേഹത്തെ നോക്കാനുള്ള ഉത്തരവാദിത്തം അത് ഈ കേതലിൻ്റെ കുടുംബത്തിലേക്ക് അവർ എന്തോ ഒരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ ജോസിന് ഈ തുക, അതായത് കേതലിന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന അങ്കിളായിട്ടുള്ള ഈ കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ള ജോസിന് ഈ പിഴത്തുക നൽകണം എന്നുള്ള കാര്യം കോടതി പറയുന്നത്. കോടതി കൂട്ടിച്ചേർക്കുന്നു, കൂട്ടക്കൊലയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ജോസ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എല്ലാ കേസുകളിലുമായി 26 വർഷം ആകെ തടവ് കേതൽ ജിൻസൺ രാജ അനുഭവിക്കണം. ഇപ്പോൾ കോടതി ചില നിരീക്ഷണങ്ങൾ പറയുന്നു എന്നുള്ള സൂചന കൂടി കോടതിയുടെ അകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, ജീവപര്യന്തം തടവാണ് വിചാരണ കോടതി കേതൽ ജിൻസൺ രാജയ്ക്ക് വിധിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ പിഴത്തുക ഒടുക്കണം. ആ തുക അമ്മയുടെ സഹോദരൻ ജോസിന് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. കൂട്ടക്കൊലയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ജോസ് എന്ന് കോടതി പറയുന്നു. എല്ലാ കേസുകളിലുമായി 26 വർഷം ആണ് ആകെ തടവായി ഈ പ്രതി അനുഭവിക്കേണ്ടി വരുന്നത്. ഉറപ്പായും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം കാണും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ ഇയാൾ വിചാരണ തടവിൽ 8 വർഷം നേരത്തെ കിടന്നതുകൊണ്ട് അതുകൂടെ കുറഞ്ഞാൽ 18 വർഷമേ ഇനി ഒരു പക്ഷേ ശിക്ഷയിലുള്ളൂ എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം. വിചാരണ കോടതി അതാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ മറ്റു പശ്ചാത്തലം എന്തൊക്കെയാണ് എന്നത് ഒരു പക്ഷേ വിശദമായ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചാൽ മാത്രമേ അറിയൂ. നേരത്തെ ഈ പ്രതിക്കെതിരായ മുഴുവൻ കുറ്റങ്ങളും സംശയാതീതമായി വിചാരണ കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൊലപാതകം, അതിൽ നടത്തിയ ഗൂഢാലോചന ഒക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന് പ്രതിഭാഗം പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അതിനെ പ്രതിഭാഗം കോടതിയിൽ എതിർത്തു. ഏതൊക്കെയാണ് അതിൽ ആ എതിർപ്പിൽ ശിക്ഷയിന്മേലുള്ള വാദത്തിൽ നടന്ന സംഗതികളിൽ എന്തൊക്കെയാണ് വിചാരണ കോടതി കൂടുതലായി പരിഗണിച്ചിട്ടുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത്. അതുതന്നെയാണ് ഇതിൽ നിർണായകമാവുകയും ചെയ്തത്. അപ്പോൾ നന്ദൻകോട് കൂട്ടക്കൊലപാതകം 4 പേരെ, അമ്മയും അച്ഛനും സഹോദരിയും ഒരു ബന്ധുവും ഉൾപ്പെടെ 4 പേരെ കൊന്ന കേസിലാണ് പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. 26 വർഷം തടവ്, അതിൽ 8 വർഷം അയാൾ ഇതിനോടകം ജയിലിൽ കഴിഞ്ഞതുകൊണ്ടാകാം അത് കുറച്ച് 18 വർഷമാണ് ഇനി ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ഇതിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പ്രോസിക്യൂഷന് ആക്ഷേപങ്ങളുള്ള ഒരു ശിക്ഷാവിധിയാകാനാണ് സാധ്യത ഇപ്പോൾ വന്നിട്ടുള്ളത്. മേൽക്കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടിയിലേക്ക് ഉറപ്പായും പ്രോസിക്യൂഷൻ പോകാൻ തന്നെയാണല്ലോ സാധ്യത. പ്രതികരണങ്ങൾ കിട്ടിയിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. ജഡ്ജ്മെന്റിന്റെ വിവരങ്ങളും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാഥമികമായി നോക്കുമ്പോൾ പ്രോസിക്യൂഷന് മേൽക്കോടതിയെ പോകാൻ തന്നെ പ്രോസിക്യൂഷന് മേൽക്കോടതിയെ പോകേണ്ടി വരും അല്ലേ? ഉറപ്പായിട്ടും, കാരണം പ്രോസിക്യൂഷൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ പ്രതിയെ ഏതെങ്കിലും തരത്തിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, അതായത് പുനരധിവസിപ്പിക്കാൻ കഴിയില്ല. മാനസിക പുനരധിവാസം സാധ്യമല്ല. കാരണം അത്രത്തോളം ക്രൂരതയാണ് ഇയാൾ ചെയ്തത്. അതായത് ഈ ശിക്ഷാവിധിയിലെ വാദപ്രതിവാദം നടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, പ്രതിഭാഗം തന്നെ പറയുന്നു, പ്രതി ഇൻട്രോവേർട്ടാണ്, അതല്ലെങ്കിൽ പ്രതി സമൂഹത്തിന്റെ വ്യവസ്ഥകളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കുറ്റവാളിയാണ്. അങ്ങനെയെങ്കിൽ അതേ പ്രതിയെ സമൂഹത്തിലേക്ക്
നാട്ടിലേക്ക് തിരിച്ചയക്കുമ്പോൾ വീണ്ടും അയാൾ ക്രൈം കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയില്ലേ എന്ന ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ പ്രോസിക്യൂട്ടറായിട്ടുള്ള ദിലീപ് സത്യൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് പരമാവധി ശിക്ഷ അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. ഏതെങ്കിലും തരത്തിൽ 1, 2, 3, 4 കൊലപാതകം നടത്തി എന്നുള്ളതല്ല. ആ കൊലപാതകത്തിന് തീവ്രത ഏറുന്നത് അച്ഛൻ, അമ്മ എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, സഹോദരിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, അന്ധയായ പ്രായാധിക്യമുള്ള ആശ്രിതയായി കഴിഞ്ഞ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ കൂടി കൊലപ്പെടുത്തുന്നു. ആ ബന്ധുവിൽ നിന്ന് ഇയാൾ ഒരാഴ്ച മുൻപ് പണം സഹായമായി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എല്ലാം പരിഗണിക്കണം. മാത്രവുമല്ല പ്രതി ഈ കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്ത രീതി പരിഗണിക്കണം, ആസൂത്രണ സ്വഭാവം പരിഗണിക്കണം, രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പരിഗണിക്കണം, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന നുണക്കഥ പറഞ്ഞ് ഈ പോലീസിന്റെ കണ്ണ് വെട്ടിക്കാനുള്ള ശ്രമം നടത്തിയത് അത് പരിഗണിക്കണം. അങ്ങനെ എല്ലാം പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറഞ്ഞത് പ്രതിക്ക് ഒരു പക്ഷേ ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അത്രയും ശക്തമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദവും. ഒരു പക്ഷേ പ്രോസിക്യൂഷന്റെ ലൈറ്റർ വേർഷൻ ഇതിനെ കണ്ടാൽ പോലും ഉന്നത കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകും എന്നുള്ള കാര്യം നമുക്ക് സംശയം വേണ്ട. കാരണം അത്രയധികം സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു, ഫോറൻസിക് എവിഡൻസുകൾ ഉണ്ടായിരുന്നു, കൃത്യമായ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ഈ ക്രൈം കമ്മിറ്റ് ചെയ്തത് ഇയാളാണ് എന്ന് തെളിയിക്കാൻ എല്ലാ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും പോലീസ് കളക്ട് ചെയ്തിരുന്നു. അത് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ കോടതിയിൽ അവതരിപ്പിച്ചതുമാണ്. എന്നിട്ടും അത് ജീവപര്യന്തത്തിലേക്ക് മാറാനുള്ള കാരണം അത് എന്തുകൊണ്ട് കോടതി ആ രീതിയിൽ പരിഗണിച്ചു എന്ന് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ചോദ്യം ഉയർത്തും. അത് ഉന്നത കോടതിയിലായിരിക്കും ചോദ്യം ഉയർത്തുക എന്നുള്ളതും ശ്രദ്ധേയം. ഏതെങ്കിലും തരത്തിൽ അത് ആ ഉത്തരവിൽ മാത്രമായിരിക്കും വിജയകുമാർ ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിയുടെ മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന പ്രതിഭാഗം വാദം അത് കോടതി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിർണായകം. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റ് ചില ഡൈമെൻഷനുകൾ വരും. ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ പോലും നമ്മളുടെ ഈ പ്രതിഭാഗം ആവർത്തിച്ചു പറഞ്ഞത് മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറുടെ വെള്ളക്കടലാസ് അല്ലാതെ മറ്റെന്തുണ്ട് പ്രോസിക്യൂഷന് എന്നുള്ളതാണ്. അത് കോടതി ആ രീതിയിൽ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ അവസാന ഘട്ടത്തിൽ, അവസാന മിനിറ്റിൽ എന്ന ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നിലവിലിപ്പോൾ ഈ ശിക്ഷാവിധി ജീവപര്യന്തം എന്നുള്ള ശിക്ഷാവിധി കേദൽ ജിൻസൺ രാജ എന്ന് പറയപ്പെടുന്ന ക്രൂര കൊലപാതകങ്ങൾ, 4 കൊലപാതകങ്ങൾ, അരും കൊലപാതകങ്ങൾ, അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നത് കൊന്നത് അച്ഛനും അമ്മയും സഹോദരിയും അടുത്ത ബന്ധുവിനെ കൊലപ്പെടുത്തിയ ശേഷം 2 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. 3-ാമത്തെ ദിവസം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 5 പേർക്കുള്ള ഭക്ഷണം വാങ്ങി ഓർഡർ ചെയ്ത് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കത്തിക്കാനുള്ള പലതരത്തിലുള്ള ശ്രമം. ആ ശ്രമം പാളിയപ്പോൾ വീണ്ടും നുണക്കഥകൾ കൊണ്ട് കൊട്ടാരമുണ്ടാക്കി. അതിനുശേഷം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അങ്ങനെ എല്ലാ തരത്തിലും ക്രൈമിൽ നിന്ന് ഒളിച്ചോടാൻ അല്ലെങ്കിൽ ക്രൈം കമ്മിറ്റ് ചെയ്തതിനു ശേഷം ശിക്ഷയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ച ഒരാളാണ്. അയാളെ ആ രീതിയിൽ തന്നെ കാണണമെന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഒരാവശ്യമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രോസിക്യൂട്ടർ അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം കോടതിക്ക് പുറത്തേക്ക് വരികയും ചെയ്യും. വിജയകുമാർ. യെസ്, എന്തായാലും ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരം 3 ലക്ഷം വീതം 4 കുടുംബങ്ങൾക്ക് നൽകണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. വകുപ്പ് 436 പ്രകാരം 2 ലക്ഷം രൂപ പിഴ, 7 വർഷം തടവ്. വകുപ്പ് 201 പ്രകാരം 1 ലക്ഷം രൂപ പിഴ, 5 വർഷം തടവ്. ഇതാണ് ആ ശിക്ഷയുടെയും പിഴയുടെയും കാര്യത്തിൽ വിവിധ വകുപ്പുകൾ പ്രകാരം പ്രത്യേകം ചുമത്തിയിരിക്കുന്നത്. അതിൽ ആകെ 26 വർഷമാണ് പ്രതി തടവ് അനുഭവിക്കേണ്ടത്. അതിൽ 8 വർഷം കുറയും. 8 വർഷം ഇയാൾ ഇതിനോടകം വിചാരണ തടവുകാരനായി കഴിഞ്ഞതുകൊണ്ടാകാം അത്രയും കുറയും. പിന്നീടുള്ളത് 18 വർഷമാണ്. എന്തായിരിക്കും ഇതിൽ പ്രോസിക്യൂഷന്റെ നിലപാട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനകം പ്രോസിക്യൂഷൻ ഇതിൽ ഒരു പ്രതികരണം നടത്തും. മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ സാധ്യത. ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ, അതിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ എന്ത് സാഹചര്യത്തിലാണ് പരമാവധി ശിക്ഷയിൽ നിന്ന് പ്രതി ഒഴിവാക്കപ്പെട്ടത്, അതിൽ കോടതി മുന്നോട്ട് വെക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ കഴിയും. നമ്മൾ ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരും. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വിശദമായ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇപ്പോൾ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കണ്ണൂർ 4 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.